കാര്യം സുനിത മേനോന്റെ അടുക്ക ഗർഭത്തിന്റെ കാര്യം തമാശ പറഞ്ഞതാണെങ്കിലും പറഞ്ഞപ്പോ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിലാ. മക്കളെ, ആ റൂട്ട് വഴി തിരിച്ച് എന്റെ പണിയിലോട്ട് വരല്ലേ അമ്മ? നിനക്കല്ലെങ്കിൽ എല്ലാം തമാശയാണ്. പെറ്റാളുടെ എണ്ണം നിനക്കൊന്നും മനസ്സിലാവൂല. ഓ, മോങ്ങാൻ തുടങ്ങി. ഇന്ന് മിണ്ടാതിരിക്കും അമ്മ. എന്തോന്നിത് നോക്കണേ, എന്റെ കൈയും കാലും ഭയങ്കര വേദന. ഇങ്ങനെ തടയത്താ. പെമ്മക്കളെ കെട്ടിച്ചു വിട്ടാ കൈകാലിന് വേദന വരണതും ഒന്ന് നോക്കാനും വരണതൊക്കെ കേൾക്കാൻ കൊതിയാണ് അമ്മമാർക്ക്. അതെങ്ങനെയാണ്? ഞാൻ അങ്ങനെ ആവല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ വല്ലതും ആയിക്കഴിഞ്ഞാലേ സുനിതാ മേനോനും ലക്ഷ്മിയും കൂടെ എന്നെ അടിച്ച് പുറത്താക്കും. അമ്മയ്ക്കത് കാണണോ? അയ്യേ, അവളൊക്കെ എന്ത് ചെയ്യേ അടിച്ച് പുറത്താക്കാൻ? അന്ന് അവളൊക്കെ എന്റെ തനി സ്വരൂപം കാണും. അപ്പൊ ഇത്ര നേരം കണ്ട തനി സ്വരൂപം അല്ലേ? പോണേ. എന്തുകൊണ്ടാണ് അല്ല മസാജ്. നിനക്ക് എന്റെ അടുക്ക സ്നേഹമൊന്നുമില്ല. ആര് പറഞ്ഞ? വെറുതെ കാണിക്കണേന്. എന്തോന്ന്? സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കേക്കൂലേ? കേക്കൂല. പിന്നെ നിനക്കിപ്പോ രണ്ടമ്മയില്ലേ? രണ്ടമ്മേ? ഓ, രണ്ടമ്മയാണ്. എന്നെ വേണ്ട. ആര് പറഞ്ഞ? എനിക്ക് എന്റെ അമ്മ കഴിഞ്ഞില്ല ആരും ഉള്ളൂ. നമ്മളിനി എന്നാ ചെയ്യും? അമ്മ ഒന്നും മിണ്ടായിരിക്കും, വിഷമിക്കാതെ. പ്രക്ഷോഭേട്ടം വരട്ടെ, എന്തെങ്കിലും ഒപ്പിക്കാം. അയ്യോ, അതല്ല. ആ കൊച്ചമണി പറഞ്ഞോളൊക്കെ കാണി സുരഭിക്ക് ഗർഭം ഉണ്ടെങ്കിലോ? അങ്ങനൊന്നും ഇല്ല. ചുമ്മാ വെറുതെ കൊച്ചമണി എന്റെ അമ്മയെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന. നീ അതും പറഞ്ഞോണ്ടിരുന്നോ? കൊച്ചി നമ്മുടെ പിങ്കിമൊക്കെ കിട്ടാൻ പോകുന്ന വിധത്തിൽ നിന്നാണ് ഇതിനൊക്കെല്ലാം പോകുന്നത്. അന്നേരം നീ തന്നെ പറയണം എന്നോട്. അല്ല, അതൊക്കെ പോട്ടെ. താഴെ എന്തുവായിരുന്നു അമ്മ അമ്മേനെ റൂമിൽ കയറ്റിട്ട്? അതെ, ചേച്ചി എന്നോട് ചോദിക്കുക വിശേഷങ്ങളൊക്കെ. ഞാനത് മറുപടി പറഞ്ഞിട്ട് കയറിയത്. നല്ലപോലെ വേർത്തിടാണല്ലോ ഇറങ്ങി വന്നത്. നീ കേട്ടായിരുന്ന? ഞാൻ ഒന്നും കേട്ടില്ല, അതാ ചോദിക്കുന്നത്. ഒന്നും ഇല്ലടി അച്ഛാ. വിശേഷം പറയാൻ വിളിച്ചപ്പോഴേ നല്ല ഒന്നാം തരം ഭാഷയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. സുനീതാ മേനോനെ, നിന്റെ ഭരണം ഈ വീട്ടിൽ വേണ്ട. വന്നോണം, കണ്ടോണം, നിന്നോണം, വേണമെങ്കിൽ വല്ലതും തിന്നോണം, പൊയ്ക്കോണം. എനിക്ക് തോന്നി ആ ഡോറ് തുറന്ന് ഇറങ്ങിയപ്പോഴുണ്ടല്ലോ, ആ വേർത്തൊലിച്ചുള്ള നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അല്ല, ഇവിടുന്ന് ഇറങ്ങിയ ആളിനെ പിന്നെ കണ്ടില്ലല്ലേ? കൊണ്ടുപോയി ഇറങ്ങിയ പാടെ മുകളിലോട്ട് പോയിട്ടുണ്ട്, പിന്നെ താഴോട്ടേ വന്നില്ല. അതേ, എന്റെ ചിരിച്ച മുഖം മാത്രമേ ഇത്രയും കാലമായിട്ട് ഇവരൊക്കെ കണ്ടിട്ടുള്ളൂ. അതെ അതെ, ഞാൻ പിണങ്ങിയ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. എനിക്കറിയാൻ കൊച്ചമ്മ, അവർക്ക് അതറിഞ്ഞൂടല്ലോ. നീ ചിരിക്കണ്ട, നിനക്ക് കൂടെ ചേർത്താ ഞാൻ പറഞ്ഞത്. ചിരി നിർത്തി കൊച്ചമ്മ. നിർത്തിയല്ലോ. അയ്യോ, ശരി, ചെല്ലണം. കുറച്ച് മതി അമ്മ. അയ്യോ, ആണ്ടെ കൊച്ചമ്മണിയെ കണ്ടപ്പോ പൊന്നുമോണ പനി മാറി. ഇതിനെ തള്ള വൈബ് എന്ന് പറയുന്നത്. അത് ശരി, ഇതിനൊക്കെ ഇങ്ങനെ പുതിയ പേരുകൾ വന്നോ? എന്റെ പൊന്നുമക്കളെ, ഈ തള്ള വൈബ് മാറ്റിയിട്ടേ അമ്മയുടെ സ്നേഹം, അമ്മയുടെ വാത്സല്യം, അമ്മയുടെ തലോടൽ, അങ്ങനെയൊക്കെ ഇട. ഇതെന്തോന്നടാ? എന്നാ പിന്നെ അമ്മാവും വൈബ്, അച്ഛൻ വൈബ് എന്നൊക്കെ ഇട്. അതൊക്കെ ഉണ്ട്. ഉണ്ടോ? അമ്മേ, പ്രക്ഷോഭേട്ടം വിളിച്ചായിരുന്നോ? എന്താ കാര്യം? അല്ല, എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല. അയ്യോ, പിങ്കി മോൾ അവിടെ പോയി കഴിക്കുന്നില്ലേ? അവള് വരുന്നില്ലാന്ന് എന്തോ വരച്ചോ കുരിച്ചോ ഒക്കെ പറഞ്ഞ അവിടെ ഇരിക്കുന്നു. വരച്ചോ കൊരച്ചോണ്ടോ? അത് ശരി. എന്താ സുനീത ഇങ്ങനത്തെ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത്? ഇതൊരു വീടല്ലേ എന്റെ കുഞ്ഞെ. നിന്റെ അമ്മ വീട്ടിലിരിക്കലാണോ കൊരക്കലാണോ? അമ്മേ, അത് അമ്മ ഒരു തമാശക്ക്. തമാശ ആയിരുന്നോ? അയ്യോ, ആരും ചിരിക്കാത്തപ്പോ എനിക്ക് തമാശ അത് ഫീൽ ചെയ്തില്ല. പോട്ടെ. ചിരിക്കാറില്ല അല്ലേ? ഇതിപ്പോ കോളനിയിലെ ചാണകം മെഴുകിയ തറയിലിരിക്കുന്നവരുണ്ടാക്കിയ ഭക്ഷണമാ. ഇറങ്ങോ ആവോ? ഞങ്ങൾക്ക് മുത്തോണ്ണൻ ഉണ്ടാക്കിയ ഭക്ഷണം മതി. മുത്തോണ്ണ ഇന്ന് ലീവ. ഇന്ന് എന്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണേ ഉള്ളൂ. എനിക്ക് വേണ്ട. ആണേ കഴിച്ചാൽ മതി. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ അറിയാം അല്ലേ അമ്മേ? അതെ,
എന്റെ വീട്ടിൽ നിന്ന് സാധനം എടുത്ത് അടുക്കള കളിക്കാൻ ഇന്ന് ഞാൻ സമ്മതിക്കുകയില്ല. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പുറത്ത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കഴിക്കാം, ഇല്ലെങ്കിൽ ദേ അമ്മയ്ക്ക് മോക്കും കൂടെ പുറത്ത് പോയും കഴിക്കാം. ഏതാന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യും. നമുക്ക് ഓർഡർ ചെയ്യാം അല്ലേ? ഓർഡർ ചെയ്തിട്ട് ഇനി എപ്പോ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയാ? അല്ലെ തന്നെ എന്റെ ഷുഗർ ലെവൽ താന്നു പോയിരിക്കുക. ഞാൻ കഴിക്കാൻ പോവാ. ഇതാ ഞാൻ പറയുന്നത്, മനസ്സിലായോ? വെറുതെ പാചകം അടിക്കുമ്പോ ആലോചിച്ചോളാം. പിന്നെ ഒരു കാര്യം, ഈ ആഹാര സാധനം മുമ്പിൽ നീ നിന്ന വേണ്ട. എനിക്ക് വേണ്ട. ആ വേണ്ടെങ്കിൽ വേണ്ട, പോ. എടുത്ത് കഴിച്ചിട്ട് പോകും. വേണ്ട മോനെ. വാശിയുടെ കാര്യത്തിൽ ചേച്ചി തോപ്പിക്കാൻ ആർക്കും പറ്റൂല. അവള് പണ്ടേ അങ്ങനെയാ. ആരോട് വാശി കാണിച്ചാലും ഭക്ഷണത്തിനോട് വാശി കാണിക്കരുത്. കാണിച്ചാലേ വേണ്ടേ ഇതാവും ഗതി. എന്തുവാ ചോദിച്ചേ? കഴിക്കുന്നില്ലേ? കഴിക്കുന്നില്ല. അയ്യോ പാവം. കഴിക്ക് സമാധാനമായിട്ട് കഴിക്ക്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.